നമസ്കാരം. രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ ആഞ്ഞടിച്ചു, ഭരണപക്ഷത്തെ വിറപ്പിച്ചു, പ്രധാനമന്ത്രിയെ കളിയാക്കി. ഇതൊക്കെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് വീരപരിവേഷം നൽകിക്കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പാർലമെന്റ് പ്രസംഗം ഏതാണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തിയുള്ള ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എടുത്തു കാണിക്കാൻ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയുടെ മറ്റ് നേതാക്കളെയും ഒക്കെ ആക്രമിക്കാൻ വ്യക്തിപരമായി രാഹുൽ ഗാന്ധി കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ ശ്രമിച്ചു എന്നത് ശരിയാണ്. മാത്രമല്ല, ഹിന്ദുക്കൾ മുഴുവൻ അക്രമകാരികളാണ് എന്ന രീതിയിൽ ചില ചിത്രങ്ങളും മറ്റും ഉയർത്തി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കാനും ശ്രമിച്ചു. സ്പീക്കർ അടക്കമുള്ളവർ പാർലമെന്റിലെ നിയമ നടപടികൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് അത് എതിർത്തതാണ്. പക്ഷേ എന്തായാലും പാർലമെന്റിൽ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ 2 വിഭാഗത്തിൽപ്പെടുത്താം. ഒന്ന്, തീർത്തും അസംബന്ധമായ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചു. 2, വസ്തുതാ വിരുദ്ധമായ കുറച്ച് കാര്യങ്ങൾ. അസംബന്ധമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും പറയാറുള്ളത് പോലെ അദാനി അതുപോലെ തന്നെ അംബാനി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു വെച്ചു. അതോടൊപ്പം തന്നെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ ചില അസംബന്ധങ്ങളുണ്ട്. അതായത് സ്പീക്കർ മോദിക്ക്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തപ്പോൾ അദ്ദേഹം കുനിഞ്ഞു നിന്ന് ആദരവ് കാട്ടി, തനിക്ക് കൈ തന്നപ്പോൾ അദ്ദേഹം നിവർന്നു നിന്നു എന്ന ഒരു ആക്ഷേപമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കൊക്കെ അപ്പോൾ തന്നെ അതാത് മന്ത്രിമാരും സ്പീക്കറുമൊക്കെ ഇന്നലെ മറുപടി പറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ്. സ്പീക്കർ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു. അതായത് എൻ്റെ സംസ്കാരം അനുസരിച്ച് എനിക്ക് പ്രായത്തിൽ മൂത്തവരെ അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ളവരെ കാണുമ്പോൾ കുനിഞ്ഞു നിന്ന് ബഹുമാനിക്കുക എന്നതാണ് എൻ്റെ സംസ്കാരം. മാത്രമല്ല, സമപ്രായക്കാരെ അഭിവാദ്യം ചെയ്യുമ്പോൾ നിവർന്നു നിൽക്കണമെന്നുമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് മറുപടി പറഞ്ഞതോടുകൂടി രാഹുലിൻ്റെ ഈ അസംബന്ധത്തിന് ഒരു ഉത്തരമായി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ വെച്ച് ലഞ്ച് ബ്രേക്കിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ രാജ്നാഥ് സിംഗ് കണ്ടപ്പോൾ രാജ്നാഥ് സിംഗ് പുഞ്ചിരി തൂകുകയെങ്കിലും ചെയ്തു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ സീരിയസ് ആയി നടക്കുകയാണ്, ചിരിക്കുക പോലും ചെയ്തില്ല എന്ന പരാതിയാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ച രണ്ടാമത്തെ കാര്യം. ഇന്ത്യയെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നോർക്കണം. അതിനപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറുപടി കൊടുത്തു. അതായത് ജനാധിപത്യവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും എല്ലാം എന്നെ പഠിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിനെ ഗൗരവത്തോടു കൂടി കാണണം എന്നാണ്. അതാണ് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം പരിഹാസത്തോടു കൂടി മറുപടി പറയുകയും ചെയ്തു. തീർത്തും വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അതായത് അഗ്നിവീർമാർ, രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്ന അഗ്നിവീർമാർക്ക് ഈ രാഷ്ട്രം ഒന്നും കൊടുക്കുന്നില്ല, അവരുടെ കുടുംബത്തെ വഴിയാധാരമാക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി. പക്ഷേ അതിന് പ്രതിപക്ഷ നേതാവ് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു, ഓരോ അഗ്നിവീറിനും അവരുടെ കുടുംബത്തിനായി 1 കോടി രൂപ വീതം സർക്കാർ കൊടുത്തിട്ടുണ്ട് ധനസഹായം എന്ന് രാജ്നാഥ് സിംഗ് മറുപടി പറയുന്നു. കർഷകർക്ക് താങ്ങുവില കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഈ സർക്കാർ പറഞ്ഞു എന്ന മറ്റൊരു വെടിയും രാഹുൽ ഗാന്ധി പൊട്ടിച്ചു. അതിനും മന്ത്രി മറുപടി പറഞ്ഞു. അതായത് താങ്ങുവില കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് 150% രാജ്യത്തെ താങ്ങുവില ഉയർന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ അസംബന്ധവും അസത്യങ്ങളുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ അസംബന്ധങ്ങളെയെല്ലാം അപ്പോൾ തന്നെ, അസത്യങ്ങളെയും അസംബന്ധങ്ങളെയും എല്ലാം അപ്പോൾ തന്നെ ഭരണപക്ഷം ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, ഹിന്ദുക്കളെ മുഴുവൻ അക്രമകാരികളായും ഹിംസാവാദികളായും കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ, വർഗീയത പടർത്താനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മറ്റു കേന്ദ്രമന്ത്രിമാരും എല്ലാവരും ഒരുമിച്ച് എതിർക്കുന്ന കാഴ്ചയും ഇന്നലെ കണ്ടു. സത്യത്തിൽ ആ 1 മണിക്കൂർ 40 മിനിറ്റ് സഭയുടെ വിലയേറിയ സമയം കളയുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നാരെങ്കിലും പറഞ്ഞാൽ അതിൽ നമുക്ക് തെറ്റു പറയാനാവില്ല. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാജ്യം ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. ഭരണഘടനയെ പറ്റി ഇനി പറഞ്ഞാൽ അത് തിരിച്ചടിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാകാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഭരണഘടനയെക്കുറിച്ച് അധികം പറയാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇങ്ങനെ 1 മണിക്കൂർ 40 മിനിറ്റ് വേസ്റ്റാക്കി കളഞ്ഞു. അതിലും ഹിന്ദുത്വത്തിനെതിരെ, RSSനെതിരെ ഒക്കെ ഉയർത്തിയ പരാമർശങ്ങൾ ഇന്ന് സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്തതായി ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ അറിയിപ്പും വന്നു കഴിഞ്ഞു. ഈ പ്രസംഗത്തെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ
ചരിത്ര സംഭവമായി വളച്ചൊടിച്ചുകൊണ്ട് ട്രഷറി ബെഞ്ചിനെ വിറപ്പിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.